ബിഗ് ബോസ് വീടിനുള്ളിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് പവർ ടീമിനെയും ക്യാപ്റ്റനെയും ഒക്കെ തീരുമാനിക്കുകയും തുടർന്ന് മുൻപോട്ടുള്ള ഭാവി പദ്ധതികളെക്കുറിച്ച് കൊണ്ടുപിടിച്ച് ചർച്ച നടത്തുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ ബോധമുള്ളവരാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കുവാനുള്ള സൂചനയായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് 4 ആൾക്കാരെ ജയിലിലേക്ക് അയക്കുന്ന പരിപാടി. ഒട്ടും സജീവമല്ലാതെയും ഒന്നിലും ഇടപെടാതെയും ഇരിക്കുന്ന ആൾക്കാരെ ജയിലിലേക്ക് വിടുവാനാണ് ബിഗ് ബോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ ഗബ്രി എഴുന്നേറ്റു എന്ന് പറയുന്നൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. വീക്ക് പ്ലെയേഴ്സ് ഇവിടെ തുടരുവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വീക്ക് പ്ലെയേഴ്സിനെ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിർത്തുവാൻ വേണ്ടിയുള്ള വലിയ ചർച്ചകളും പദ്ധതികളും ഒക്കെയാണ് അണിയറയിൽ അഭിഷേക് ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോറ, അഭിഷേക്, ഋഷി, റസ്മിൻ ഇവരുടെ ഗ്രൂപ്പ് വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുവാനിരിക്കുകയാണ്. കുറഞ്ഞ പക്ഷം 7 പേർ അല്ലെങ്കിൽ 8 പേരെങ്കിലും ഈ കുറി പവർ റൂമിനകത്ത് കയറണം, അവരെ സേഫ് ആക്കണം. ആരാണ് പവർ റൂമിനകത്ത് വരേണ്ടത്? വീക്കായിട്ടുള്ള പ്ലെയേഴ്സിനെ പവർ ടീമിനകത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അഭിഷേക് ശ്രീകുമാറാണ് ഈ ബുദ്ധിയുടെ പ്രഭവ കേന്ദ്രം. അദ്ദേഹം പറയുന്നത് സ്ട്രോങ് പ്ലെയേഴ്സ് പുറത്ത് കിടന്നടിക്കട്ടെ, അതിനുശേഷം അവർ നോമിനേഷനിലേക്ക് പോകട്ടെ, അതിൽ നിന്നും 1-2 ആൾക്കാർ പോകട്ടെ, അടുത്ത ആഴ്ചയിലും അങ്ങനെ തന്നെ തുടരട്ടെ. ഒടുവിൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ മുഴുവൻ പുറത്തു പോയിട്ട് വീക്കായിട്ടുള്ള നമ്മളെപ്പോലുള്ള ചില ആൾക്കാർ മാത്രം ഇതിനകത്ത് നിന്നാൽ മതി. അഭിഷേകിനെയൊക്കെ നമ്മൾ എത്ര നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തതാണ്. വാസ്തവത്തിൽ പ്രേക്ഷക ഹൃദയം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടാണോ അഭിഷേക് ഈ മറുപടി പറയുന്നത് എന്നുള്ളത് വ്യക്തമല്ല. പ്രേക്ഷകരെ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചാൽ അവരെന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അതായത് ആ വീട്ടിൽ സേഫ് ഗെയിമേഴ്സ് പാടില്ല, അതിനകത്ത് കളിക്കാൻ താല്പര്യമില്ലാത്തവർ പുറത്തു പോകൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ അവരെ പുറത്താക്കാം എന്ന് പ്രേക്ഷകർ ഒന്നടങ്കം വിളിച്ചു പറയുകയാണ്. അതെ, ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ബിഗ് ബോസിൽ ഒരിക്കലും ഒരു സേഫ് ഗെയിം കളിക്കുന്നവരുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 100% പ്രേക്ഷകരും അതിനൊപ്പം നിൽക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അഭിഷേക് പറയുകയാണ്, പന്ത് ഇപ്പോൾ നമ്മുടെ കോർട്ടിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ പവർ ടീമിനകത്തേക്ക് വീക്കായിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും കയറ്റിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ളവരെ പുറത്തു നിർത്തും. ഇത് നടക്കാൻ സാധ്യതയുള്ള കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അഭിഷേകിന് അത്ര ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ നടന്നേക്കാം. എന്നാൽ ഋഷിക്ക് സംഗതി ഇഷ്ടപ്പെട്ടു. ഋഷി 100% ഉറപ്പിച്ചിരിക്കുകയാണ് അത് നടന്നിരിക്കും. ഇടയ്ക്ക് അൻസുബയൊക്കെ ചോദിക്കുന്നുണ്ട്, ഇത് ബിഗ് ബോസ് പൊളിച്ചു കളയില്ലേ, ഇത്രയും പേരെയൊക്കെ പവർ ടീമിനകത്ത് കയറ്റാൻ പറ്റുമോ? അപ്പോൾ അയാൾ പറയുന്നു, പറ്റില്ല എന്നൊന്നും ബിഗ് ബോസ് നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ, ഇത്ര ആൾക്കാരെ കയറ്റാവൂ എന്നും ബിഗ് ബോസ് നിർദ്ദേശങ്ങളൊന്നും വെച്ചിട്ടില്ല. ഇത് പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അകത്ത് കയറ്റുവാനുള്ള ആൾക്കാരുടെ ലിസ്റ്റുകളുമെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ആരൊക്കെയാണ് പവർ ടീമിലേക്ക് വരേണ്ടത്? അഭിഷേക് ശ്രീകുമാർ, നോറ, റസ്മിൻ, നന്ദന, അൻസിബ, ശ്രീതു, അപ്സര, ശരണ്യ. അപ്പോൾ അതിൽ കൂടി അവർ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളൊക്കെ വളരെ വീക്കായിട്ടുള്ള ആൾക്കാരാണ്. സായി, സിജോ, ജാസ്മിൻ, ഗബ്രി, ജിൻഡോ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് സ്ട്രോങ് ഗെയിമേഴ്സ് ഒന്നും ഇനി ബിഗ് ബോസിനകത്ത് വേണ്ട, അവരൊക്കെ പുറത്തു പോയിക്കോട്ടെ. പകരം ഒരു നിലപാടുമില്ലാത്ത, യാതൊരു അഭിപ്രായവുമില്ലാതെ ഏതെങ്കിലും മൂലയ്ക്ക് കൊടുക്കുന്നതും കഴിച്ചുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന കുറെ ആൾക്കാർ മാത്രം ഇനി ഇതിനകത്ത് തുടർന്നാൽ മതി. എന്തായാലും നമുക്ക് നോക്കാം, ബിഗ് ബോസ് ഇതിന് കൂട്ടു നിൽക്കുമോ അതോ ഇതിനെ പൊളിച്ചടുക്കുമോ എന്നുള്ളത്. ഞാൻ വിശ്വസിക്കുന്നത് ബിഗ് ബോസ് ഇതിനെ പൊളിച്ചടുക്കാൻ തന്നെയാണ് സാധ്യത. അതിനുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ കണ്ട പ്രൊമോയിൽ നാളെ 4 ആൾക്കാരെ ജയിലിലേക്ക് വിടുവാൻ വേണ്ടിയുള്ള ബിഗ് ബോസിന്റെ പരിപാടി. ഇതൊക്കെ കാണുമ്പോഴെങ്കിലും ഇവരുടെയൊക്കെ തലയ്ക്കകത്ത് വെളവും വെട്ടവും വീണിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് ശരിക്കും ആഗ്രഹിച്ചു പോവുകയാണ്. എന്താണ് പ്രേക്ഷകരായ നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള അഭിപ്രായം? സേഫ് ഗെയിമേഴ്സ് പവർ ടീമിൽ വരണമെന്നും അവരാ വീട് ഭരിക്കണമെന്നുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതോ അവർ പുറത്തു പോകണമെന്നാണോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.